എന്നൊക്കെ അത് പറ. പൈസ വേണ്ടേ? പൈസ പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നത് നമ്മൾ വിചാരിക്കും സ്വിമ്മിങ് തന്നെ വളരെ ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ വെള്ളത്തിലിറങ്ങിയാൽ അപ്പം മനസ്സിലാവും ഇത്രയും ഹാർഡായിട്ട് എക്സസൈസ് വേറെ ഇല്ല. കളിക്കുമ്പോ ചെറിയൊരു കോമ്പറ്റീഷനാണ്. ഞാൻ പഠിപ്പിച്ച കുറച്ച് ചെക്കന്മാരാണ്. അതായത് വേണ്ടോ. അപ്പൊ പേര് ജിബിൻ, വയസ്സ് 33. ആ കുമാർ, വയസ്സ് ഓക്കെ. അജിത്ത് 36. ആ ദിനേശ് 36. ആ ശരത്ത് 35. ഓക്കെ. ഇർഷാദ് കൊല്ലം. ഓക്കെ. വയസ്സ് എത്ര? ഓക്കെ 33. ഓക്കെ. ഇതില് വയസ്സ് കുറച്ച് കുറഞ്ഞു പറഞ്ഞു. ഇതിൽ ആരെ ജയിക്കണ് ഇന്ന് വൈകിട്ട് എന്റെ വക പാർട്ടി കേട്ടോ. അൺലിമിറ്റഡ് ഫുഡ്. പൂള് കളിച്ചാൽ ഒരു മിനിറ്റ് കാറണ്ട. അതാണ്ടോ 25 മീറ്റർ ഉണ്ട്. അവിടെ ടച്ച് ചെയ്തിട്ട് തിരിച്ചും ഇങ്ങോട്ട് കയറണം കേട്ടോ. ഫ്രീ സ്റ്റൈല്. ഒരു മിനിറ്റ് ചാറണ്ട. ഒരു കാര്യം കൂടെ കാണിച്ചറിയാന്. ഇല്ല നിക്ക്. ചാട് നോക്കണം, ശ്രദ്ധിക്കണം. ഇപ്പുറത്ത് ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതുകൂടെ നോക്കണം കേട്ടോ. അപ്പോ ഇന്ന് വൈകിട്ട് പാർട്ടി എന്റെ വകയാണ്. എന്താ അൺലിമിറ്റഡ് ഫുഡ് കിട്ടോ. ഫസ്റ്റ് എത്ര ആളോ കേട്ടോ. ആയോ? ഓൺ യുവർ മാർക്ക്, ലെറ്റ്സ് ആഡ് ഗോ. നീതരാ. അജിത്ത് ഫസ്റ്റ് ഓണർ അജിത്താണ്. ഞാൻ രണ്ടുപേരെ നടന്നുകൊണ്ടിരിക്കണം അവിടെ. അവിടെ തളർന്നു. കോഴിക്കോടിന്റെ പുത്രനായ അവിടെ നിന്ന് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് അങ്ങോട്ട് പോകട്ടോ. എന്നാളെ രാത്രി മാറ്റി എന്റെ വകാണ്. ശരത്ത് അവിടെ ശരത്ത് കയറി. സ്റ്റാർട്ടിങ്ങിലല്ലേ ഞാൻ പറയല്ലേ, കോമ്പറ്റീഷന്റെ പേരിൽ ആളുള്ള സ്ഥലങ്ങൾ ഇതേമാതിരി നീന്തി കഴിഞ്ഞാൽ അവസ്ഥ കേട്ടോ. നീന്തൽ പുതിയ പറഞ്ഞിരുത്താണ്. അവിടെ 25 മീറ്റർ നീന്താൻ പറ്റില്ല ഒരാൾക്ക് കേട്ടോ. മനസ്സിലായി. 25 മീറ്റർ നടക്കണത് നീന്തൽ നമ്മൾ വ്യത്യാസം എന്താ കേട്ടോ. എനിക്കറിയാം ഒരാൾ നീന്തില്ല എന്ന്. എന്താ കഴിഞ്ഞോ? അങ്ങോട്ട് പോ. ഇത് 25 മീറ്റർ ആയിട്ടുള്ളൂ. കഴിഞ്ഞോ? ഇതിപ്പോ 25 മീറ്റർ ഉള്ളൂ. ഇതിപ്പോ ഒരു 100 മീറ്റർ ആണ്, ഒരു 50 മീറ്ററാണ് അവസ്ഥ എന്തായിരിക്കും നോക്കി. ഇപ്പത്തനക്ക് എല്ലാം കേട്ടോ. വയ്യ ഒരുത്തനും. പോ അയച്ചല്ല. ചാടി വാ തുടങ്ങിട്ടോ. നടക്കരുത്. റിലേഷന്റെ അവസ്ഥ എത്ര കേട്ടോ. ശരത്ത് ഫസ്റ്റ് പോണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ഫസ്റ്റ് പോയത് പറയാം കേട്ടോ. ചെറിയ മഴയും വേണ്ട, ക്ലൈമാറ്റ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നീ എന്തായാലും പുതിയ പറഞ്ഞോ. അപ്പൊ ആര് ഇവിടെ നടന്നിട്ടാണ് നീ നോക്കി നോക്ക്. ശരത്ത കേറി. റിലേഷൻ ഫസ്റ്റ് അവിടെ കോഴിക്കോടിന്റെ പുത്രനായ റിലേഷൻ ജയിച്ചിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത്ര ഈസി ആയിട്ട് കാര്യമുണ്ടോ. നല്ല ബോഡി ട്രെയിൻ ചെയ്യണം. നല്ല കപ്പാസിറ്റി ആണ് ബോഡി. അത്രയാ പറയാനാ. വിന്നർ ഇന്നത്തെ വിന്നർ കേട്ടോ. ഓക്കെ. ഇന്നത്തെ പറയുള്ളൂ. വേറെ പറയണ്ടോ? എന്താ പറയുള്ളത്? പുറത്തുനിന്ന് കാണുന്നല്ലോ. പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നത് നമ്മൾ വിചാരിക്കും സ്വിമ്മിങ് തന്നെ വളരെ ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ വെള്ളത്തിലിറങ്ങിയാൽ അപ്പം മനസ്സിലാവും ഇത്രയും ഹാർഡായിട്ട് എക്സസൈസ് വേറെ ഇല്ല. കോതലിറങ്ങി കളിക്കുമ്പോൾ അറിയുള്ളൂ കേട്ടോ. അതാണ് വിന്നർ കേട്ടോ. ഇറങ്ങി നിന്നുമ്പോഴല്ല ഒരിക്കലും സ്വിമ്മിംഗ് പൂളിൽ നീന്താൻ നടന്നത്. വളരെ ബുദ്ധിമുട്ടാണ്, നല്ല എഫേർട്ടാണ്. നീന്തി നമ്മൾ നടന്നത് വലിയ പാടാ. ഞാൻ ഫസ്റ്റ് എത്തി. അതിന്റെ അഹങ്കാരമൊന്നുമില്ല. ഇന്നത്തെ കോമ്പറ്റീഷനില് ഫസ്റ്റ് പ്രൈസ് എത്തി. സമ്മാനം അത് ഞാൻ പറയാം. അത് ഞാൻ കമ്മേന്റെ ഹോസ്റ്റൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വൈകിട്ടത്തെ ഫുഡ് ഉണ്ടാവും കേട്ടോ.
ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങള്, ഫസ്റ്റ് നീന്തിയ, അതായത് നീന്തൽ ഫ്രീ സ്റ്റൈലിൽ ഫസ്റ്റ് പോയില്ല, ഫസ്റ്റ് പോയ ആൾ തന്നെ ടയർഡായോടെ നിന്നു. അതിന് കാരണം മനസ്സിലായോ? പ്രാക്ടീസ് ഇല്ല, കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല. വന്ന് സ്വിമ്മിംഗ് കൊണ്ട് ചാടി. ഇതേപോലെ തന്നെയാണ് കായലുകളിലും പുഴകളിലും നമ്മൾ ചാടി നിൽക്കുന്നത് നോക്കുക. അപ്പൊ കൂട്ടുകാരന്മാർ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ, ഒരു ത്രില്ലിംഗ് ആണ്, ആ നേരത്തെ ചാടും. ഇതിപ്പോ 25 മീറ്റർ ഉള്ളൂ. 25 മീറ്റർ നേരം നീന്താൻ പറ്റുന്ന ഒരാൾക്ക് ശ്രദ്ധിച്ചതിൽ ഇത് സാധാരണക്കാർ നീന്തലട്ടത്. ഇത് പ്രൊഫഷണൽ ഒരാളില്ല, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, പ്രൊഫഷണൽ ഒരാൾ പോലും ഇല്ല. എല്ലാ സാധാരണക്കാരും നീന്തലാണ്. 25 മീറ്റർ ഉള്ളവർക്ക് നീന്താൻ പറ്റുന്നില്ല. അപ്പോ ഒരു ആളുള്ള സ്ഥലമാണെങ്കിൽ, ഒരു 50 മീറ്റർ ഉള്ള സ്ഥലമാണെങ്കിൽ, ഇതിപ്പോ പകുതിയുള്ളൂ 25 മീറ്റർ, 50 മീറ്റർ ഉള്ള കായലൊക്കെ ആണെങ്കിൽ ഇതേപോലെ നീന്തി കഴിഞ്ഞാൽ അവർ പ്രശ്നം എന്തായിരിക്കും? നീന്താൻ പറ്റില്ല. നീന്തിക്കുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ കൂടെ പഠിക്കണം, അത് അവർക്ക് അറിയില്ല. ഈ അടിച്ച് അങ്ങനെയാണ് നീന്താൻ അറിയുന്നവർ മരണപ്പെട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതിന് കാരണം ഇതേപോലുള്ള ഒരു അവസ്ഥ എക്സാമ്പിൾ കേട്ടോ. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ ഇത് സ്വിമ്മിംഗ് പൂളാണ്, ആഴം കുറവാണ്, അതുകൊണ്ട് മാത്രം ഒരു എൻജോയ്മെന്റ് രീതിയിൽ എടുക്കുന്നത്. ഇത് കണ്ടിട്ട് ആളുള്ള സ്ഥലത്ത് ഇതേപോലെ നീന്തി കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടും. അതുകൊണ്ട് നീന്തുമ്പോൾ നമ്മൾ ബാക്ക് സ്ട്രോക്കിൽ കിടന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടെ പഠിക്കണം കേട്ടോ. ഇന്ന് നമുക്ക് പ്രകൃതി രമണീയമായ കുറച്ച് കാര്യങ്ങൾ കണ്ടല്ലോ. അതാണ് നല്ല നാച്ചുറൽ വെള്ളം, താറാവ് കാര്യങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇയാള് വല്ല ചെരുപ്പോ ഷൂവോ ഇയാള് വല്ല എടുത്തിട്ടുണ്ടേത്? എന്താ ഇയാള് ചെരുപ്പില്ലാണ്ട് ഇങ്ങോട്ട് എലൗഡല്ലേ? ലോഡൊക്കെയാണ്, എന്നാലും നമ്മളൊരു സംസ്കാരം. ഷൂ ഒക്കെ ഷൂ ഇട്ടിരിക്കണം കേട്ടോ. പൈസ ഉണ്ട്, എന്ത് ചെയ്യാനാണ്? അപ്പൊ ചെരുപ്പ് എന്താ അത് പറ. ചെരുപ്പ് പൈസ വേണ്ടേ? പൈസ അവിടെ നിന്ന് കിട്ടി. ഇപ്പൊ ടൂറിനുള്ള പൈസ അവിടെ നിന്ന് കിട്ടി. തന്നെ എന്റെ മോക്ക് ഡിസ്കൗണ്ട് കിട്ടി. അച്ഛനമ്മ ഒരു 500 ആയിട്ട് 500. അപ്പൊ എന്റെ മോക്ക് 2 മക്കളുണ്ട്. അപ്പൊ 500 ആയിട്ട് 2 കൊടുത്തു. 1000. എന്റെ അച്ഛനമ്മ, എന്റെ വൈഫിന്റെ അച്ഛനമ്മ 500 2000. ഒരു കാര്യം, നമ്മളെല്ലാവരുടെ പിരിവിട്ട് യാതൊരു ചെരുപ്പ് എടുത്തു. ചെരുപ്പ് വാങ്ങി കൊടുക്കാം. പറ്റില്ല. എനിക്ക് ചെരുപ്പ് വേണ്ട. അതിന് കാരണം എന്താ പറ? കാരണം എന്റെ അച്ഛൻ 40 വർഷം ചെയ്യപ്പെടില്ല. അപ്പൊ അച്ഛൻ ഒരു കുഴപ്പം ഇന്ന് വരെ പറ്റിയില്ല. പിന്നെ ഞാൻ ഏർപ്പെടുന്നു. ഗാന്ധി ഇത് പിന്തുടരുന്ന ഒരു മനുഷ്യനാണ്. അത് ഞാൻ ആ വഴിക്ക് വിടുക. ഓക്കെ അല്ലേ? ഓക്കെ ശരി, എന്നാ ഞങ്ങളെന്നാ